വർഷത്തിലെ അവസാന ദിനങ്ങളിലെയും പുതിയ വർഷത്തിലെ ആദ്യ ദിനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള വത്തിക്കാൻ ഡയറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിനായുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും സാധാരണക്കാരുടെ പ്രത്യാശയെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ പാപ്പ. ഭാവി ദൈവത്തിന്റെ കൈകളിലാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു. ലോകത്തിനായുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചും സാധാരണക്കാരുടെ പ്രത്യാശയെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് ലിയോ പതിനാലാമൻ പാപ്പ പുതുവത്സരത്തിലെ ആദ്യത്തെ തിരുക്രമത്തിൽ സന്ദേശം നൽകുകയായിരുന്നു. ദൈവമാതൃത്വ തിരുനാളിനോടും ലോകസമാധാന ദിനത്തോടും അനുബന്ധിച്ച് നടന്ന സന്ധ്യാപ്രാർത്ഥനയായിരുന്നു പുതുവർഷത്തിൽ പാപ്പ പങ്കെടുത്ത ആദ്യ ചടങ്ങ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ഒരു വലിയ വിഭാഗം നയതന്ത്രജ്ഞരും പങ്കെടുത്തു. സംഘർഷത്തിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടിയും വേദന കൊണ്ടും അക്രമം കൊണ്ടും മുറിവേറ്റ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പറഞ്ഞു. ആരാധനാക്രമത്തിലെ സ്തുതിഗീതങ്ങളും സങ്കീർത്തനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനകളും ആദിമസഭയുടെ നന്ദി പ്രകടന ഗാനമായ ലത്തീൻ ഭാഷയിലെ ടെഡ്യൂം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി. ദൈവത്തിന്റെ പദ്ധതികളും ലോകത്തിന്റെ പദ്ധതികളും വിരുദ്ധങ്ങളാണെന്ന് പാപ്പ പറഞ്ഞു. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും എന്ന തിരുവചനം ഉദ്ധരിച്ച പാപ്പ ലോകം മറ്റു പല പദ്ധതികളാലും മൂടപ്പെട്ടിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി. എങ്കിലും ദൈവത്തിന്റെ കണ്ണുകളോടുകൂടിയ ദൈവമാതാവായ മറിയം ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുകയും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കന്യകയിൽ നിന്ന് ജനിച്ച ദൈവം, മാതാവിന്റെ മാതൃത്വം എന്നീ മഹത്തായ രഹസ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും വെളിപ്പെടുത്തലിൽ മാതാവിന്റെ പങ്കിനെക്കുറിച്ചും പാപ്പ സംസാരിച്ചു. ദൈവത്തിന്റെ പ്രത്യാശ മാതാവിന്റെ പ്രത്യാശയുമായി ഇഴചേർന്നിരിക്കുന്നതായും പാപ്പ നിരീക്ഷിച്ചു. ലോകസമാധാന ദിനം ആരംഭിച്ചത് 1968 പോൾ ആറാമൻ പാപ്പയുടെ കാലത്താണ്. ലോകസമാധാന ദിനം കത്തോലിക്കർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നായിരുന്നു പോൾ ആറാമൻ പാപ്പയുടെ വിശ്വാസം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ സമാധാന സ്ഥാപനത്തിൽ പതിയുമെന്ന വിശ്വാസമായിരുന്നു ഇത്തരമൊരു ദിനാചരണത്തിന് തുടക്കം കുറിക്കാൻ പോൾ ആറാമൻ പാപ്പയെ പ്രേരിപ്പിച്ചത്. പോൾ ആറാമൻ പാപ്പയ്ക്ക് ശേഷം വന്ന മാർപ്പാപ്പന്മാരും ഈ ദിനാചരണം തുടർന്നു വരുന്നു. 59ാമത് ലോകസമാധാന ദിനമായിരുന്നു ഇത്തവണത്തേത്. 2025 അവസാനത്തെ പൊതുദർശന ചടങ്ങിലും മാർപ്പാപ്പ സംസാരിച്ചത് ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതിനെ കുറിച്ചായിരുന്നു. റിപ്പോർട്ടിലേക്ക്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ എന്ന എഫേസോസ് 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പാപ്പ സന്ദേശം നൽകിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗവും വിശുദ്ധ വർഷത്തിലെ തീർത്ഥാടനവും പാപ്പയുടെ സന്ദേശത്തിൽ പരാമർശ വിഷയമായി. വർഷാവസാനം എല്ലാം കർത്താവിന് സമർപ്പിക്കാനാണ് സഭ ആഹ്വാനം ചെയ്യുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. 2025 അവസാന ദിനവും അവസാന ബുധനുമായിരുന്നു പൊതുദർശന പരിപാടി നടന്നത് എന്നതും പ്രത്യേകതയായിരുന്നു. വിവിധ ഭാഷക്കാരായ തീർത്ഥാടകരെ അതാതു ഭാഷകളിൽ പാപ്പ അഭിസംബോധന ചെയ്തു. 2026 ലിയോ പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്ക് പിടിച്ച വർഷമായിരിക്കും എന്നാണ് സൂചന. ഈ വർഷം നിരവധി അപ്പസ്തോലിക യാത്രകളും പാപ്പ നടത്തിയേക്കും. ധനഹ തിരുനാൾ ആചരിക്കുന്ന ജനുവരി 6-ാം തീയതിയാണ് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന് അവസാനം കുറിക്കുന്നത്. 2024 ഡിസംബർ 24-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച പ്രത്യാശയുടെ ജൂബിലി ഔദ്യോഗികമായി അവസാനിക്കുന്നത് 2026 ജനുവരി 6-നാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വാതിലുകൾ അടയ്ക്കുന്നതോടെയാണ് ജൂബിലി വർഷം സമാപിക്കുന്നത്. അന്നേ ദിവസം പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. ജനുവരിയിൽ തന്നെ പാപ്പ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാന ചടങ്ങാണ് 7-8 തീയതികളിൽ നടക്കുന്ന അസാധാരണ കോൺസിസ്റ്ററി. ഇതിനു പുറമെ നിരവധി പ്രോഗ്രാമുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇവയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം പുറത്തു വന്നിട്ടില്ല. 2026 പാപ്പ നിരവധി അപ്പസ്തോലിക യാത്രകളും നടത്തിയേക്കും. എന്നാൽ സന്ദർശിക്കുന്ന രാജ്യങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. 2ാമത് വേൾഡ് ചിൽഡ്രൻസ് ഡേ സെപ്റ്റംബർ 25 മുതൽ 27 വരെ തീയതികളിൽ ആചരിക്കുമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിച്ചു. ഡിക്കാസ്ട്രി ഫോർ ദ ലെയ്റ്റി, ദ ഫാമിലി ആൻഡ് ലൈഫാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാതാപിതാക്കന്മാരും കുട്ടികളും പങ്കെടുക്കുന്ന മനോഹരമായ ചടങ്ങാണ് ഇത്. സിസ്റ്റൈൻ ചാപ്പലിന്റെ അസാധാരണ പുനരുദ്ധാരണം ജനുവരിയിൽ ആരംഭിക്കും. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മാർച്ചിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും. വർഷം തോറും മില്യൺ കണക്കിന് സന്ദർശകരെത്തുന്ന സ്ഥലമാണ് സിസ്റ്റൈൻ ചാപ്പൽ. മൈക്കൽ ആഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ് പോലെയുള്ള ഫ്രെസ്കോകൾ ഇവിടെയാണുള്ളത്. സിസ്റ്റൈൻ ചാപ്പൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി തീരുന്നത് പേപ്പൽ കോൺക്ലേവുകളോട് അനുബന്ധിച്ചാണ്. മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതിയായ അപ്പസ്തോലിക് കൊട്ടാരത്തിലെ ഒരു ചാപ്പലാണ് സിസ്റ്റൈൻ. 1473-നും 1481-നും ഇടയിൽ സിക്സ്റ്റസ് 4-ാമൻ പാപ്പയുടെ കാലത്താണ് സിസ്റ്റൈൻ ചാപ്പൽ നിർമ്മിച്ചത്.
അങ്ങനെയാണ് ഈ ഗ്രേറ്റ് ചാപ്പലിന് സിസ്റ്റൈൻ ചാപ്പൽ എന്ന പേര് ലഭിച്ചത്. അന്നു മുതൽ മാർപ്പാപ്പമാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സ്ഥലമായി സിസ്റ്റൈൻ ചാപ്പൽ മാറുകയായിരുന്നു. 1483 ഓഗസ്റ്റ് 15 സിക്സ്റ്റസ് നാലാമൻ പാപ്പ ചാപ്പലിൽ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചാപ്പൽ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 1508 1512 ഇടയിൽ ജൂലിയസ് രണ്ടാമൻ പാപ്പയുടെ കാലത്താണ് മൈക്കലാഞ്ചലോ ഫ്രെസ്കോകൾ വരച്ചത്. മാർപ്പാപ്പമാരുടെ കോൺക്ലേവുമായി ബന്ധപ്പെട്ടാണ് സിസ്റ്റൈൻ ചാപ്പൽ വാർത്തകളിൽ നിറയുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഈ ചാപ്പലിൽ നടന്ന ആദ്യത്തെ കോൺക്ലേവ് 1492 ആയിരുന്നു. അന്ന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ആറാമൻ പാപ്പയായിരുന്നു. സിസ്റ്റൈൻ ചാപ്പലിലെ പുകക്കുഴലിലൂടെ പുറത്തുവരുന്ന പുകയുടെ നിറം കണ്ടാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് ലോകം മനസ്സിലാക്കിയിരുന്നത്. 2013 2025 സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിൽ കടൽക്കാക്കകളെ കണ്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മതപരമായ പ്രതീകാത്മകത അതിന് ആരോപിക്കപ്പെടുകയും ചെയ്തു. അവസാന വിധിയുടെ ചിത്രം പോലെ തന്നെ പ്രശസ്തമാണ് സിസ്റ്റൈൻ ചാപ്പലിലെ ആദാമിൻ്റെ സൃഷ്ടി. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചരിത്രം പറയുമ്പോൾ പരാമർശിക്കേണ്ട ഒന്നാണ് ഗായക സംഘം. 1500 വർഷം പഴക്കമുള്ള ഈ ഗായക സംഘം ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗായക സംഘമാണ്. പേപ്പൽ ചടങ്ങുകളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് സിസ്റ്റൈൻ ഗായക സംഘം. വിശുദ്ധ കാർലോ അക്യൂറ്റസിനെ സമർപ്പിച്ചുകൊണ്ട് വത്തിക്കാൻ്റെ ഗവർണറേറ്റ് പുതിയ ആപ്പ് പുറത്തിറക്കി. വിശുദ്ധൻ്റെ IT സംബന്ധമായ മേഖലകളിലെ കഴിവുകൾക്കുള്ള ആദരം എന്ന നിലയിലാണ് ആപ്പ് വിശുദ്ധന് സമർപ്പിച്ചിരിക്കുന്നത്. www.vaticanstate.va എന്ന വെബ്സൈറ്റിൻ്റെ ഉള്ളടക്കങ്ങളാണ് പുതിയ മൊബൈൽ ആപ്ലിക്കേഷനിലുള്ളത്. ഉപയോക്താവിന് കൂടുതൽ എളുപ്പത്തിൽ വിവരങ്ങൾ ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും. വാർത്തകൾ, അറിയിപ്പുകൾ, ഔദ്യോഗിക ആശയവിനിമയങ്ങൾ എന്നിവയെല്ലാം വേഗത്തിൽ ഇതുവഴി ലഭ്യമാകും. ദി സെയിന്റ് ഓഫ് ദി ഡേ, വാർത്തകൾ, അഭിമുഖങ്ങൾ, വീഡിയോകൾ, ഗവർണറേറ്റിലെ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ലിങ്കുകൾ, CFN, വത്തിക്കാൻ മ്യൂസിയങ്ങൾ, വത്തിക്കാൻ ഫാർമസി, വത്തിക്കാൻ പോസ്റ്റ്, പൊന്തിഫിക്കൽ വില്ലകൾ, വത്തിക്കാൻ ഒബ്സർവേറ്ററി എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ് ആപ്ലിക്കേഷൻ. ഭാവിയിൽ കൂടുതൽ ഫീച്ചേഴ്സും കൂട്ടിച്ചേർക്കും. ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മനുഷ്യന്റെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല ക്രൈസ്തവ പ്രത്യാശയെന്ന ലിയോ പതിനാലാമൻ പാപ്പ. ദൈവത്തിൻ്റെ മനുഷ്യാവതാര രഹസ്യം വെളിപ്പെടുത്തുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന യോഹന്നാൻ 1-14 തിരുവചനമാണ് ക്രൈസ്തവ പ്രത്യാശയുടെ അടിസ്ഥാനം. ക്രിസ്തുമസിന് ശേഷമുള്ള 2ാം ഞായറാഴ്ച അപ്പസ്തോലിക് പാലസിൻ്റെ ജനാലയ്ക്കിൽ നിന്ന് ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് നൂറുകണക്കിന് വിശ്വാസികളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനും അമൂർത്തവും വിദൂരവുമായ ആത്മീയതയിൽ നിന്ന് അകന്നു നിൽക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. നമുക്ക് മുകളിലുള്ള സ്വർഗത്തിൽ വസിക്കുന്ന വിദൂരസ്ഥനായ ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമുക്കുള്ളതെന്നും പാപ്പ പറഞ്ഞു. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ടെന്ന് മാർപ്പാപ്പ. സീക്ക് എന്ന പേരിൽ നടന്ന യുവജന കോൺഫറൻസിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. വടക്കേ അമേരിക്കയിലെ കൊളംബസ്, ഡെൻവർ, ഫോർട്ട് വർത്ത് എന്നിവിടങ്ങളിലാണ് യുവജന കോൺഫറൻസ് നടന്നത്. ക്രിസ്തുവിനൊപ്പം പ്രാർത്ഥനയിൽ സമയം ചെലവിടാനും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നവ അംഗീകരിക്കാനും അന്വേഷിക്കാനും പാപ്പ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. യുവജനങ്ങൾ മറ്റുള്ളവരുമായി സുവിശേഷ സാക്ഷ്യം പങ്കിടുകയും മിഷണറി അഭിനിവേശം കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും പാപ്പ ഓർമ്മിപ്പിച്ചു. ജനുവരി 1 മുതൽ 5 വരെ തീയതികളിലായി നടന്ന കോൺഫറൻസിൽ 25,000-ലധികം യുവജനങ്ങൾ പങ്കെടുത്തു. സ്വിറ്റ്സർലൻഡിലെ ക്രാൻസ് മന്ദാനയിലെ അഗ്നിബാധയിൽ മാർപ്പാപ്പ അനുശോചനം രേഖപ്പെടുത്തി. സിയോൺ രൂപതയുടെ മെത്രാൻ ഷാൻമരി ലൂവിക്കിന് അയച്ച അനുശോചന സന്ദേശത്തിൽ അഗ്നിബാധയിൽപ്പെട്ട പ്രിയപ്പെട്ടവരുടെയും രാജ്യത്തിൻ്റെയും ദുഃഖത്തിൽ പാപ്പ പങ്കുചേർന്നു. വർഷാവസാനത്തിൽ റിസോർട്ട് ക്ലബിലുണ്ടായ അഗ്നിബാധയിൽ 40-ലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വെനിസ്വേലയിലെ സാഹചര്യങ്ങളെ ആശങ്ക നിറഞ്ഞ ഹൃദയത്തോടെയാണ് താൻ നോക്കിക്കാണുന്നതെന്ന് മാർപ്പാപ്പ. പ്രിയപ്പെട്ട വെനിസ്വേല ജനതയുടെ നന്മ മറ്റേതൊരു പരിഗണനയ്ക്കും അതീതമായിരിക്കണം. രാജ്യത്തിൻ്റെ പരമാധികാരം പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണം. ആഞ്ചലസ് പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയ തീർത്ഥാടകരോടായി സംസാരിക്കുകയായിരുന്നു പാപ്പ.
അക്രമത്തെ മറികടന്ന് രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പാക്കിക്കൊണ്ട് നീതിയുടെയും സമാധാനത്തിൻ്റെയും പാതകളിൽ വെനിസ്വേല സഞ്ചരിക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. ഒസർവത്താരോ റൊമാനോ എന്ന പേര് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇതേക്കുറിച്ചുള്ള ചില വിശേഷങ്ങളാവും വത്തിക്കാൻ ഡയറിയിലെ അവസാന ഭാഗം. വത്തിക്കാനിലെ ദിനപത്രമാണ് ഒസർവത്താരോ റൊമാനോ. പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കത്തോലിക്ക സഭ നടത്തുന്ന പ്രവർത്തനങ്ങളുമാണ് പത്രത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം. 1861 ജൂലൈ 1 ഒസർവത്താരോ റൊമാനോയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ചത്. എ പൊളിറ്റിക്കൽ ആൻഡ് മോറൽ പേപ്പർ എന്നായിരുന്നു തുടക്കത്തിൽ പത്രത്തിന് നൽകിയ വിശേഷണം. എന്നാൽ അടുത്ത വർഷം ആ പ്രയോഗം ഒഴിവാക്കി പകരം ഇപ്പോഴുള്ള ലത്തീൻ വാചകങ്ങളായ യുണിക്യൂക് സുവും നോൺ പ്രൊവാലെ ബണ്ടും കൂട്ടിച്ചേർത്തു. ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1968 ഏപ്രിൽ 4 ഇംഗ്ലീഷ് പതിപ്പ് അച്ചടിച്ചത്. ഇറ്റാലിയൻ ഭാഷയിൽ ദിവസം തോറും ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുന്ന ഒസർവത്താരോ റൊമാനോ ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ജർമ്മൻ, പോളിഷ്, മലയാളം ഭാഷയിലും ഇപ്പോൾ പുറത്തിറങ്ങുന്നു. ഒസർവത്താരോ റൊമാനോയെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനവും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഔദ്യോഗിക നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ നോസ്ട്രേ, ഓൺഫോർമാസിയോൺ, സാന്താ സെഡെ എന്നീ ശീർഷകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവ മാത്രമാണ് സഭയുടെ ഔദ്യോഗിക നിലപാടുകളെ വ്യക്തമാക്കുന്നത്. മേൽപ്പറഞ്ഞ തലക്കെട്ടുകളോട് കൂടിയല്ലാത്തവ ലേഖനകർത്താക്കളുടെ കാഴ്ചപ്പാടുകളാണ്. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.